കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പകൽക്കാലത്തെങ്കിൽ പ്രഭാതത്തെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി വചനദീപ്തിയുടെ പ്രേക്ഷകരോടൊപ്പം സാക്ഷി കൂടാരത്തിലേക്ക് ഒരിക്കൽ കൂടി അനുഗ്രഹീതമായൊരു സാക്ഷ്യവുമായിട്ട് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ഇന്നും അതേപോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിനായിട്ട് ഒരു കർത്താവിന്റെ ദാസിയെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് പകൽക്കാലത്തെങ്കിൽ കർത്താവിന്റെ ദാസി ഷോളി യോഹന്നാൻ നമ്മോടൊത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ ദാസിയെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, സ്നേഹം പങ്കുവച്ചിട്ടുണ്ട്. കർത്താവ് ഒരിക്കൽ കൂടി മുഖാമുഖം കണ്ട് ഇന്ന് പകലിൽ സാക്ഷിക്കുവാൻ ദൈവം അവസരം ഒരുക്കി തന്നതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്തദാസിയെ പല നിലകളിൽ കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് പകൽക്കാലത്തെങ്കിൽ കർത്തദാസിക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. വചനദീപ്തിയുടെ പ്രേക്ഷകരായിരിക്കുന്ന പ്രിയപ്പെട്ടവരും ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരും ഇന്ന് പോൽക്കാലം കർത്തദാസിയുടെ സാക്ഷ്യത്തിനായിട്ട് വളരെ താല്പര്യപൂർവ്വമായിരിക്കുന്നു. കർത്താവിന്റെ ദാസിയെ ഞങ്ങൾ ഇന്ന് പകൽക്കാലം വളരെ സ്നേഹത്തോടും തികഞ്ഞ ആദരവോടും കൂടി ഞങ്ങൾ വചനദീപ്തി സാക്ഷ്യ കൂടാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്തദാസിയെ ഇന്ന് പകൽ വേളയെങ്കിൽ കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി അനേകായിരങ്ങൾക്ക് ആശ്വാസമായി തീരേണ്ടതിന്, അനേകരെ കർത്തനാമത്തിലേക്ക് കരം പിടിച്ചുയർത്തേണ്ടതിന് തന്റെ സാക്ഷ്യം അനുഗ്രഹമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വചനദീപ്തിയുടെ സാക്ഷ്യ കൂടാരത്തിലെ പ്രോഗ്രാമിലേക്ക് കർത്തദാസിയെ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസി തിരുവല്ലായിൽ നിന്നാണ് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് കർത്താവിന്റെ ദാസിയുമായിട്ട് പരിചയമുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഇപ്പോൾ ആയിരിക്കുന്ന ചർച്ചിന്റെ സിറ്റുവേഷൻസ് ജസ്റ്റ് ഒന്ന് പറയാമോ? ഇപ്പൊ ഞങ്ങളായിരിക്കുന്നത് തിരുവല്ലായിക്ക് അടുത്തുള്ള പുളിക്കീട് എന്ന് പറയും. പുളിക്കീട് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ സഭയുടെ ചുമതല വഹിക്കുന്നു. പ്രൈസലാണ്. അപ്പോൾ സഭാചാർജിലാണ്. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇനിയിപ്പോൾ ഒരു നീണ്ട നിരയായ അനുഭവ സാക്ഷ്യം കർത്തദാസിക്ക് പറയുവാനുണ്ട്. ഞങ്ങൾ വളരെ ആകാംക്ഷപൂർവ്വം കർത്തദാസിയെ ഇന്ന് പകൽക്കാലം സാക്ഷ്യത്തിനായിട്ട് ക്ഷണിച്ചു കൊള്ളുന്നു. കർത്താവിന്റെ ദാസി തുടർന്ന് സാക്ഷ്യങ്ങൾ പറഞ്ഞാട്ടെ. അതിനായിട്ട് കർത്താവിന്റെ ദാസിക്ക് സമയം വേർതിരിച്ചു തരുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പറ്റിയകാല സിസ്റ്റർ ബീന തോമസിൽ കൂടി കർത്താവ് ചെയ്യുന്ന ഈ നല്ല പ്രവൃത്തിക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചനദീപ്തിയുടെ സാക്ഷ്യ കൂടാരത്തിലേക്ക് എളിയവൾക്ക് കടന്നു വരുവാൻ സ്വന്തം തന്ന ഈ നല്ല അനുഭവത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുകയും ഇതിന്റെ സംഘാടകരോടും ദൈവനാമത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ഒരു വചനം വായിക്കട്ടെ. 91 സങ്കീർത്തനം 14 വാക്യത്തില്, എന്നോട് പറ്റിയിരുന്നാൽ ഞാൻ നിന്നെ വിടുവിക്കും, എന്റെ നാമത്തെ അറിഞ്ഞാൽ ഞാൻ നിന്നെ ഉയർത്തും. കണ്ണുകളടയ്ക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല പകലിനായി നന്ദി പറയുന്നു. ഇന്ന് പകൽക്കാലം ദൈവം അനുവദിച്ച സമയം അങ്ങ് നടത്തിയ അനുഭവങ്ങൾ പറയുവാൻ കർത്താവ് അടിയനെ സഹായിക്കണം. കേൾക്കുന്ന ജീവിതങ്ങൾക്ക് അതൊരു അനുഗ്രഹവും വിടുതലുമായി തീരണം. ഞങ്ങളെയെല്ലാം ഒന്നിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പറയുമ്പോൾ, ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത് തിരുവല്ലയ്ക്കും ചെങ്ങന്നൂരിനും ഇടയിലുള്ള കല്ലിശ്ശേരി എന്ന ഗ്രാമത്തിലാണ്. 1969 ഏപ്രിൽ 18 എന്റെ ജനനം. കല്ലിശ്ശേരി സെന്റ് തോമസ് കാത്തലിക് ചർച്ചിന്റെ പാരമ്പര്യത്തില്, കല്ലിശ്ശേരി കുതിരവട്ടത്തെ കുടുംബത്തില് മാതാപിതാക്കൾക്ക് 3 മക്കളിൽ ഏറ്റവും ഇളയവളായിട്ട് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടു. എന്റെ മൂത്തത് ഒരു സഹോദരിയാണ്, എന്റെ 10 വയസ്സിന് മൂത്തതാണ്. രണ്ടാമതൊരു സഹോദരനാണ്, ഞാൻ ഏറ്റവും ഇളയതാ. എന്നാൽ എനിക്ക് 10 വയസ്സ് പ്രായമുള്ളപ്പം എൻ്റെ അമ്മ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അമ്മ മരിച്ച ദുഃഖം എൻ്റെ ജീവിതത്തിൽ തീരുന്നതിന് മുൻപായി എൻ്റെ പപ്പായും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അവര് രണ്ടുപേരും സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ജോലിക്കാരായിരുന്നു. മാതാവും പിതാവും നഷ്ടപ്പെട്ട് അനാഥയായി തീർന്ന അനുഭവത്തിൽ ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി 3 പ്രാവശ്യം സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയ വ്യക്തിയാണ്.
എന്നാൽ മൂന്നാമത്തെ പ്രാവശ്യം എന്റെ ഹോസ്പിറ്റൽ കിടക്കയിലേക്ക് ഇറങ്ങി വന്നതായ ദൈവ ശബ്ദം, നിന്റെ ആത്മാവിനൊരു ഉടയവനുണ്ട്, നീ ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത്, എനിക്ക് നിന്നെ ആവശ്യമായെന്ന് പറഞ്ഞ എന്റെ കർത്താവിന്റെ ശബ്ദം ഞാൻ കേൾപ്പാന് ഇടയായി തീർന്നു. അന്നൊരു തീരുമാനമെടുത്തു, ഈ ഭൂമിയിലെ ജീവിതത്തില് ഇനി എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും സ്വയമായി മരിക്കാനോ ദൈവം തന്ന ആത്മാവിനെ നശിപ്പിക്കുവാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത് ചെയ്യത്തില്ല എന്ന് ഒരു തീരുമാനമെടുത്തു. എന്റെ പഠനത്തെ കുറിച്ച് പറയുമ്പം കല്ലിശ്ശേരി സ്കൂളില് സെയിന്റ് ആന്റണീസ് ചെങ്ങന്നൂര്, സെന്റ് സ്കൂൾ ട്രിവാൻഡ്രം നാലാഞ്ചിറ, BBHS കായംകുളം, മർത്തോമ കോളേജ് തിരുവല്ല, ഇവിടെയൊക്കെയായിരുന്നു എന്റെ പഠനത്തിന്റെ സമയങ്ങൾ. 91 ഏപ്രിൽ 22 മലപ്പുറം ലേബർ ഡിപ്പാർട്ട്മെന്റിൽ, അതായത് തൊഴിൽ വകുപ്പില് എനിക്കൊരു ചെറിയ ഗവൺമെന്റ് ജോലി ലഭിക്കാനിടയായി. 91 ഡിസംബർ 29 പെരിങ്ങര മാങ്കുളങ്ങര വീട്ടിൽ മോൻസി എന്ന് പറയുന്ന വ്യക്തി എന്നെ വിവാഹം കഴിച്ചു. ആ കുടുംബത്തിന്റെ പശ്ചാത്തലം പറഞ്ഞാല് മാതാവ്, പിതാവ്, 8 മക്കൾ അടങ്ങുന്ന കുടുംബം. സെന്റ് ജോർജ് ഓർത്തഡോക്സ് കാരിക്കൽ ചർച്ചിന്റെ അംഗങ്ങളാണ് അവര്. എന്നാൽ ആ വീട്ടിലെ പിതാവ് ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു പിതാവായിരുന്നു. ഇന്നെന്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് ഞാൻ പറയാം, എന്റെ മാതാവ്, എന്റെ പിതാവ് എന്നൊക്കെ ഞാൻ പറയുന്നത് ഞാൻ വിവാഹം ചെയ്ത് കടന്നു എന്ന ഭവനത്തിലെ മാതാപിതാക്കളെ കുറിച്ചാണ്. നമ്മൾ വാസ്തവമായി ദൈവത്തെ സ്നേഹിക്കുന്നവരെങ്കിൽ ആ ദൈവസ്നേഹം നമുക്ക് എല്ലാ തലങ്ങളിലും പകർന്നു കൊടുക്കാൻ കഴിയണം. അങ്ങനെ വിവാഹം കഴിഞ്ഞ് അവിടെ ആയിരിക്കുന്ന സമയം എന്റെ ജീവിതത്തില് ആദ്യത്തെ കഷ്ടത ആരംഭിക്കാനിടയായി. ഒരു തലമുറയ്ക്ക് വേണ്ടി, ട്രീറ്റ്മെന്റിന് വേണ്ടി ഞാൻ കടന്നു പോകാത്ത ഹോസ്പിറ്റലുകളില്ല. അന്ന് ഞങ്ങളുടെ കുടുംബ പാരമ്പര്യം, അതായത് കുതിരവട്ടത്ത് കുടുംബ പാരമ്പര്യത്തിൽ XMB ആയിരിക്കുന്ന തോമസ് കുതിരവട്ടത്തിന്റെ അനിയന് മക്കളില്ല. എന്റെ പപ്പയുടെ 4 സിസ്റ്റേഴ്സിൽ ഒരാൾക്കും മക്കളില്ല. അപ്പോൾ കുടുംബത്തിലുള്ളവര് പറഞ്ഞു, ഈ 3 മക്കളിൽ എനിക്കാണ് ആ പാരമ്പര്യം. അനേക ഹോസ്പിറ്റലുകളില്, ഒടുവിൽ ഇന്ത്യയിലെ പ്രശസ്തനായ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രാജൻ എനിക്ക് വിധി എഴുതി, ഒരു സ്കാനിങ് കഴിഞ്ഞിട്ട് എനിക്ക് വിധി എഴുതി, എനിക്ക് ഒരിക്കലും ഒരു തലമുറയെ കിട്ടത്തില്ല. ആ വേദനയിൽ കൂടി ഞാൻ കടന്നു പോകുമ്പോൾ 93 ഏപ്രിൽ 7 എന്റെ മൂത്ത സഹോദരിയുടെ ഭവനത്തിൽ ചെങ്ങന്നൂര് ക്രമീകരിച്ചതായ പെന്തക്കോസ്ത് കൂട്ടായ്മയ്ക്ക് ഞാൻ കടന്നു പോകാനിടയായി തീർന്നു. ആ വീടിനുള്ളിൽ ഞാൻ കടന്നു ചെല്ലുമ്പോ 10-15 ദേവദാസന്മാരിപ്പുണ്ട്. അവിടെ മുഴങ്ങി കേൾക്കുന്നതായ ആരാധനയുടെ ശബ്ദം. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവേ, ഇവരുടെ കൈകൾ കഴിക്കത്തില്ലേ? എന്നെ സംബന്ധിച്ച് എന്റെ യൗവന കാലമെന്ന് പറഞ്ഞാൽ അടുത്തൊരു ബ്യൂട്ടി പാർലർ ഉണ്ട് വീടിനടുത്ത്. രാവിലെ ജോലിയൊക്കെ തീർത്തിട്ട് ഞാൻ അതിനകത്ത് കയറും. എത്രത്തോളം എന്നെ ഒരുക്കാമോ അത്രത്തോളം ഞാൻ ഒരുക്കി മുന്നോട്ട് പോയൊരു വ്യക്തിയാ. ഒരു ദിവസം അതിനകത്ത് സുവിശേഷവുമായിട്ട് ഒരു അമ്മച്ചി കടന്നു വന്നു. ഞാൻ ഭൂമിയിൽ ഏറ്റവും വെറുത്ത ഒരു കൂട്ടനുണ്ടെങ്കിൽ അത് പെന്തക്കോസ്തുകാരാ. ഹിന്ദുസിന്റെ അമ്പലത്തിൽ ഞാൻ പോയിട്ടുണ്ട്, മുസ്ലിം ദേവാലയത്തിൽ പോയിട്ടുണ്ട്, പക്ഷേ ഭൂമിയിൽ ഞാൻ ഏറ്റവും വെറുത്തത് ഈ പെന്തക്കോസ്തുകാരെയാ. കാരണം ഈ വെള്ളവസ്ത്രം ധരിച്ച് ഈ തിരുവചനവുമായി കൊണ്ടു നടക്കുന്നവരോട് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം കാത്തലിക് സഭയാണ് തിരുസഭയെന്നും അതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നൊക്കെ കരുതി ഞാൻ അങ്ങനെ വളർന്നത് കൊണ്ട് ഞാൻ ഒരുപാട് ഈ ഒരു അനുഭവത്തെ വെറുത്തിരുന്നു. എന്നാൽ ഈ മാതാവ് ആ ബ്യൂട്ടി പാർലറിൽ അകത്ത് വന്നപ്പം ഞാൻ ഈ മാതാവിനെ പിടിച്ച് വെളിയിൽ കൊണ്ടുപോയി ഞാൻ എന്റെ ഡോറ് ക്ലോസ് ചെയ്തു. താക്കോൽ പഴുതിലൂടെ ഞാൻ നോക്കി ഈ മാതാവ് എന്താ പറയുന്നേ. ആ മാതാവ് പറഞ്ഞത് എന്താന്ന് കേൾക്കണോ? വർഷം കേട്ടില്ല,
നീ അനേകരുടെ മധ്യേ എന്റെ നാമത്തിന്റെ മഹത്വമായി നിൽക്കും. എന്റെ ബാല്യപ്രായത്തിൽ ഞാൻ കേട്ട ശബ്ദം ഞാൻ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് പറയാം. ദൈവത്തിന്റെ ശബ്ദത്തെ മാറ്റാന് ഈ ഭൂമിയിൽ ആർക്കും കഴിയത്തില്ല. ഞാൻ വളരെ ദേഷ്യപ്പെട്ട ആ മാതാവിനെ അവിടുന്ന് പറഞ്ഞു വിട്ടു. പക്ഷേ ആ മാതാവിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞതൊന്നും തെറ്റിപ്പോകാനിടയായില്ല. മെഡിക്കൽ സയൻസ് വിധി എഴുതിയിരിക്കുന്ന സമയമാണ് ഞാൻ ഈ മീറ്റിങ്ങിന് കടന്നു പോകുന്നത്. കുവൈറ്റിൽ വെച്ചാണ് എന്റെ സഹോദരി ഈ അനുഭവത്തിൽ വരുന്നത്. വീട്ടിൽ വന്നപ്പോ ഞാൻ എന്റെ വീട്ടിൽ എന്റെ സഹോദരിയെ കയറ്റിയില്ല. കാരണം അത്രയ്ക്ക് ഞാൻ ഈ ബന്ധക്കോസ് അനുഭവത്തെ വെറുത്തു. എന്നാല് ആ വീടിന്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഞാൻ പോയതാ, സഹോദരിയുടെ ഭവനത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി. എത്രത്തോളം ഒരുങ്ങാമോ, ബിന്നീസിൽ കൊടുത്ത് മുല്ലപ്പൂ അണിഞ്ഞ് ആഭരണങ്ങൾ അണിഞ്ഞ് ആ നിലയിൽ ഞാൻ അവിടെ കടന്നു എന്നെങ്കിൽ ആരാധനയിലെ ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ ചിന്തിച്ചു, കർത്താവേ, ഇവരെങ്ങനാ ഇങ്ങനെ കൈയടിച്ച് ആരാധിക്കുന്നേ? ഇവരുടെ കൈകൾ കഴിക്കത്തില്ലേ? ഇവരെന്താ ഈ പറയുന്ന ഭാഷ? അത് ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ലല്ലോ. ഞാനിങ്ങനെ സൂക്ഷ്മമായിട്ട് ഇവരെ നിരീക്ഷിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ അഭിഷിക്തൻ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാൻ തുടങ്ങിയപ്പോൾ ഞാൻ കരയാൻ തുടങ്ങി. എന്നിൽ ആദ്യം എന്റെ ദൈവം പകർന്ന കൃപ കണ്ണുനീരാ ദൈവമക്കളെ. അതിന്നും എന്റെ ജീവിതത്തിൽ കുറഞ്ഞു പോയിട്ടില്ല. ഇന്നിങ്ങനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നെങ്കിൽ കണ്ണുനീരിനാൽ എന്റെ ദൈവം എന്നെ പണിതെടുത്തതാ. ഞാൻ ഇതിനിടയിൽ ഒരു ദൂത് നിങ്ങളോട് പറയാം. എത്ര ദൈവം ഉയർത്തിയാലും, ഏതെല്ലാം ഉന്നതങ്ങളിൽ ദൈവം എത്തിച്ചാലും, ആത്മീയമായി ദൈവം നടത്തിയ ചുവട് മറക്കരുത്. ദൈവം നടത്തിയ ചുവടുകൾ നടത്തിയവരെ മറക്കരുത്. മറന്നാൽ നമുക്കത് ശുഭമാകത്തില്ല. പറയട്ടെ, ആ മീറ്റിംഗ് കഴിഞ്ഞു. ആ 15 പേരിൽ ഏറ്റവും പാവമായ ഒരു ദൈവദാസൻ എന്ന് എനിക്ക് തോന്നിയ ആ കർത്താവിന്റെ ദാസന്റെ അടുക്കൽ ഞാൻ ചെന്നു. അന്ന് ആ കർത്താവിന്റെ ദാസൻ ചച്ചഗോഡിന്റെ സ്റ്റേഡിയം ചർച്ചിന്റെ ദൈവദാസനാ പാസ്റ്റർ സാമച്ചൻ. കർത്താവിന്റെ ദാസന്റെ അടുക്കൽ ചെന്നത് ഞാന് ഒരു പാവമാണെന്ന് എനിക്ക് തോന്നിയിട്ടാ. പക്ഷേ പേര് ചൊല്ലി ദൈവാത്മാവിൽ ആലോചന പറയുന്ന അഭിഷിക്തന്റെ മുമ്പിലാ ഞാൻ ചെല്ലുന്നത്. എന്നോട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാനിരിക്കാം. ഞാൻ പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കുമ്പോ ആദ്യം എന്നോട് പറഞ്ഞ ദൂത്, 3 പ്രാവശ്യം നീ ആത്മഹത്യക്ക് ഒരുങ്ങിയവളാ. 3-ാം പ്രാവശ്യം നിന്റെ ഹോസ്പിറ്റൽ കിടക്കയിൽ ഇറങ്ങി വന്ന ദൈവശബ്ദം, ഞാനും എന്റെ ദൈവവുമായി കേട്ട ആ ദൈവശബ്ദം ഈ അഭിഷിക്തനിൽ കൂടി തിരുവല്ലക്കാരിയായ എന്നെ ചെങ്ങന്നൂരിരിക്കുന്ന മീറ്റിംഗിനകത്ത് പരിശുദ്ധാത്മാവ് സംസാരിച്ചപ്പോ ഞാൻ ഒന്ന് മനസ്സിലാക്കി, ഇവരുടെ ഇടയിൽ ദൈവമുണ്ട്. സകല രഹസ്യങ്ങളും വെളിപ്പെടുത്തുന്ന ദൈവം. പറയട്ടെ, ആദ്യമായി ഞാൻ ഇരുന്ന ആ മീറ്റിംഗിൽ, ആദ്യമായി മുഴങ്കാൽ മടക്കിയ ആ മീറ്റിംഗിൽ 93 ഏപ്രിൽ 7-ാം തീയതി രാത്രി ഞാൻ എന്റെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. കർത്താവിനോട് ചേരുവാനായി ദൈവകൽപ്പനയാകുന്ന സ്നാനം അനുസരിപ്പാനായി ഞാൻ ഏൽപ്പിക്കപ്പെട്ടു. വേർപാടിനെ കുറിച്ച് ആരും എന്നോടൊന്നും പറഞ്ഞില്ല. എന്നാൽ ആദ്യമായിട്ട് മുഴങ്കാലിൽ ഇരുന്ന ആ മീറ്റിംഗിൽ ദൈവത്തിന്റെ ആത്മാവ് എനിക്കൊരു വചനം തന്നു. ലാവണ്യം വ്യാജമാ, സൗന്ദര്യം വ്യർത്ഥമാ, യഹോവ ഭക്തിയുള്ള സ്ത്രീയോ നീ പ്രശംസിക്കപ്പെടും. ദൈവകൃപയാൽ ഇന്ന് ഈ വാഗ്ദത്തം ഞാൻ അനുഭവിക്കുന്നവളാണ്. മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങള് ഭവനത്ത് വന്നു. തിരുവല്ല പെരിങ്ങര വീട്ടിൽ വന്നു. എന്റെ പ്രിയപ്പെട്ടവൻ എന്നോട് ചോദിച്ചു, നിന്റെ ഉദ്ദേശം എന്താ? ഞാനൊന്നും പറഞ്ഞില്ല. ഊരി വെച്ച ആഭരണങ്ങളൊക്കെ നിരത്തി വെച്ചിട്ട് എന്നോട് പറഞ്ഞു, അവസാനം വാങ്ങി തന്നൊരു ചെയിൻ ഉണ്ട്, അത് നീ കഴുത്തിലിട്. അതിട്ട് നിന്റെ കൊതി തീർന്നില്ലല്ലോ, പിശാച് തന്ത്രശാലിയാകട്ടോ. രണ്ടാമത് പറഞ്ഞു, പുതിയൊരു പള്ളിയിലേക്ക് നിന്നെ കൊണ്ടുപോകാം. കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ട് 26 വർഷങ്ങൾ കഴിയുന്നു ദൈവമക്കളെ. എന്നാൽ അന്ന് രാത്രി ദൈവവചന സത്യത്തിനായ എന്റെ നാവിനെ ദൈവം തുറന്നു. ഞാൻ എന്റെ പ്രിയപ്പെട്ടവനോട് ഇങ്ങനെ പറഞ്ഞു, എന്റെ ഉള്ളിലിരിക്കുന്ന യേശു ആരാന്നറിയാമോ? ആമേൻ, അവൻ വെണ്മയും ചുവപ്പുമുള്ളവനാ.
അവൻ മാറത്ത് പൊൻകച്ച കെട്ടിയവനാ. അവൻ വെള്ളോടിന് സദിശ പാദമുള്ളവനാ. അവൻ അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാ. ആമേൻ. അവൻ അഗ്നി നിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്നവനാ. ആമേൻ. തീർന്നില്ല, അവൻ 10,000-ങ്ങളിൽ അതിസുന്ദരനാ. ആ കർത്താവിന്റെ സൗന്ദര്യം ഹൃദയത്തിൽ പതിഞ്ഞ ഒരു ദൈവ പൈതലിന് ഈ കർത്താവിനെ വിട്ടുപോകാൻ പറ്റത്തില്ല. തുടർന്ന് 3 ദിവസങ്ങൾ ഞങ്ങൾ ഉപവാസം വരുന്നു. 93 ഏപ്രിൽ 7-ാം തീയതി രക്ഷിക്കപ്പെട്ടു. 8, 9, 10 3 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് ആ ഉപവാസ പ്രാർത്ഥനയിൽ എന്റെ പ്രിയപ്പെട്ടവൻ ദൈവസന്നിധി സമർപ്പിച്ചു. ഇന്ന് നിത്യതയിലായിരിക്കുന്ന പാസ്റ്റർ സിയോ ജേക്കബ്, കർത്താവിന്റെ ദാസൻ എന്നോട് ആലോചന പറഞ്ഞു. കുടുംബം സമർപ്പിക്കപ്പെട്ടപ്പോൾ എന്നോട് ആലോചന പറഞ്ഞു, അടുത്ത വർഷം നീ ഒരു മകനെ മാറോടണയ്ക്കും. പറയട്ടെ ദൈവമക്കളെ, 93 ഏപ്രിൽ 11 ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിനെ ആമേൻ ജലത്തിൽ സാക്ഷിച്ചു. ദൈവകൽപ്പനയാകുന്ന സ്നാനമേൽപ്പാനിടയായി തീർന്നു. 93 ഏപ്രിൽ 11 സ്നാനപ്പെട്ടെങ്കിൽ 93 മെയ്യിൽ എല്ലാവരും അറിയുന്നത് എന്റെ ഉദരത്തിൽ ഒരു പൈതലുരുവായി. ഒരു മകനെ നൽകുമെന്ന് കർത്താവ് ആലോചന പറഞ്ഞെങ്കിൽ 94 ജനുവരി 11 ആ കുഞ്ഞിനെ ദൈവം എനിക്ക് തരുവാനിടയായി തീർന്നു. പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വന്ന് തലമുറയെ ലഭിച്ചപ്പോ ഒരുപാട് നിന്ദകൾ ഞാൻ സഹിച്ചു, ഒരുപാട് നിന്ദകൾ ഞാൻ കേട്ടു. എന്നാല് എന്നെ നടത്തുന്ന എന്റെ കർത്താവിന്റെ സ്നേഹം, എന്നെ കരം പിടിച്ച് വിശ്വാസത്തിലേക്ക് നടത്തിയ എന്റെ കർത്താവിന്റെ സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞു. എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ കരയാൻ തുടങ്ങി. നിന്ദകൾക്ക് മറുപടി പറയാൻ അറിയത്തില്ല കർത്താവേ, വിളിച്ചിറക്കിയത് അവിടുന്നല്ലേ, അവിടുന്ന് എനിക്ക് ഉത്തരമായിട്ട് വെളിപ്പെടണം. അങ്ങനെ കരയുന്ന സമയം പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു. നിന്ദിക്കുന്നവരോട് ഞാൻ ഉത്തരം പറയും. ഇന്ന് പകല് ഏതെങ്കിലും നിലയിൽ ഏൽക്കുന്ന നിന്ദിക്കപ്പെടുന്ന ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നെങ്കിൽ ഒന്നിനും നീ ഉത്തരം പറയാൻ പോകരുത്. നീ ഉത്തരം പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും കുഞ്ഞെ. നീ മൗനമായിട്ടിരുന്നോ. നിനക്ക് വേണ്ടി ഉത്തരം പറയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം അത് നന്നായി ചെയ്യുന്ന ദൈവമാ. പറയട്ടെ, 94 ജനുവരി 11 ഒരു മകനെ തന്ന ദൈവം 95 മെയ് 16 ഒരു മകളെയും നൽകുവാനിടയായി. ഭൂമിയിൽ ആണ് പെണ്ണ് എന്ന് 2 കൂട്ടരേ ഉള്ളല്ലേ. ആ രണ്ടും ഇല്ലെന്ന് പറഞ്ഞെടുത്ത്, തരികയില്ലെന്ന് പറഞ്ഞ കുടുംബ പാരമ്പര്യത്തിൽ, ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ മെഡിക്കൽ സയൻസിൽ ഇതിനെ ദൈവത്തിന്റെ വചനത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും തിരുത്തി സ്വർഗം ഞങ്ങൾക്കത് സാധ്യമാക്കി തന്നു. വളരെ സന്തോഷത്തിൻ്റെതായ അനുഭവങ്ങളിൽ കൂടി ഞാൻ കടന്നുപോയി. വിശ്വാസ ജീവിതം എത്ര അനുഗ്രഹിക്കപ്പെട്ടതാ എന്ന് ഞാൻ മനസ്സിലാക്കാനിടയായി. എന്നാൽ പറയട്ടെ, 96, 97 കാലഘട്ടം എന്റെ ജീവിതത്തിന്റെ വലിയ കഷ്ടതയുടെ കാലഘട്ടമാ. മലപ്പുറത്ത് നിന്ന് ഞാൻ ആലപ്പുഴ 2 ഓഫീസുകളിലേക്ക് വന്നു. അവിടെ നിന്ന് ചെങ്ങന്നൂർ ലേബർ ഓഫീസിലെത്തി. അവിടുന്ന് തിരുവല്ലയിൽ KP യോഹന്നാന്റെ ബിൽഡിങ്ങിന്റെ മുൻപിലായിരുന്നു എന്റെ ഓഫീസ്. അവിടെ ഞാൻ ജോലിയിലിരിക്കുന്ന സമയം രാവിലെ ഞാൻ ജോലിക്ക് കടന്നു പോകും. ഉച്ചയാകുമ്പോ ഹാഫ് ഡേ എടുത്തിട്ട് എവിടെ ആരാധനയുണ്ട്, നന്നായി ആരാധിക്കുന്നിടത്ത് ഞാൻ കടന്നു പോകും. 94 ജനുവരി 11 മോനെ ലഭിച്ചെങ്കിൽ ഏപ്രിൽ 10 ഞാൻ അഭിഷേകം പ്രാപിച്ചു. പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ വന്നതിന് ശേഷം എനിക്ക് ആരാധിക്കണം, എനിക്ക് എന്റെ കടന്നു പോകാൻ ഇടയായി തീർന്നു. പറയട്ടെ ദൈവമക്കളെ, ഉച്ചസമയം അവധിയെടുത്ത് ഞാൻ കടന്നു ചെല്ലുമ്പം അവിടെയുള്ള ദൈവദാസന്മാര് ദൈവാത്മാവിൽ എന്നോട് ദൂത് പറയും. എന്നോട് അവര് ദൂത് പറയുന്നത് ഇങ്ങനെയാ: നീ ഇങ്ങനെ ജോലി ചെയ്ത് നടക്കേണ്ട വ്യക്തിയല്ല, നീ കർത്താവിന്റെ വേല ചെയ്യണം. എന്റെ കുടുംബത്തില് കർത്താവിന്റെ വേല ചെയ്യുന്ന ആരുമില്ല, പാസ്റ്റേഴ്സ് ആരുമില്ല. അപ്പൊ എന്റെ മേൽ അങ്ങനെ ഒരു കോളിംഗ് ഉണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. പ്രത്യേക തിരുവല്ല അന്ന് മേരിക്കോവിലിൻ്റെതാണ്. ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് അങ്ങനെ ഒരു കോളിംഗ് ഇല്ല, എന്നെ അതിനൊന്നും കൊള്ളത്തില്ല.
ആലോചന കേൾക്കും തോറും മേശയുടെയും കസേരയുടെയും ഒക്കെ ഇടയിൽ കയറി ഞാൻ ഒളിച്ചിരുന്നു. എന്നാൽ പറയട്ടെ, 97 ഫെബ്രുവരി മാസം രാവിലെ ഞാൻ ലേബർ ഓഫീസിലേക്ക് കടന്നു വന്നു. 10:30 ആയപ്പോ ഞാൻ മയങ്ങി താഴെ വീണു. എന്നെ നേരെ തിരുവല്ല മെഡിക്കൽ മിഷനിലേക്ക് കൊണ്ടുവന്നു. അവർ ചില ടെസ്റ്റുകൾക്ക് എന്നെ വിധേയപ്പെടുത്തി. ഷുഗർ ഡൗൺ ആയെന്ന് പറഞ്ഞ് ഒരു ഗ്ലൂക്കോസ് സ്റ്റാർട്ട് ചെയ്ത് എന്റെ ക്ഷീണം മാറി. എന്നാൽ തുടർന്ന് എറണാകുളം ട്രിവാൻഡ്രം അയച്ചു. അതിന്റെ റിസൾട്ട് വരുമ്പോ ഞാനൊരു ഒരു ക്യാൻസർ സെക്കൻഡ് പേഷ്യന്റ് ആണെന്ന് അവർ വിധി എഴുതാൻ ഇടയായി തീർന്നു. ഒരു സെക്കൻഡ് ഒന്ന് നിർത്തണേ സിസ്റ്ററെ. ഓക്കെ, എനിക്ക് ക്ലിയർ ആയിട്ട് രണ്ടൂന്ന് ഭാഗം കേൾക്കാനുണ്ട്. ഇത് രണ്ടൂന്ന് പേർക്ക് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നോ? കുറച്ചു പേര് കേറുന്നുണ്ട് ഇതിന്റെ അകത്ത്. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. ഞാൻ വേറൊരാളെ കയറ്റിയില്ല, പേര് എഴുതാഞ്ഞത് കാരണമേ. പിന്നെ കാരണം പേര് എഴുതാത്തത് നമുക്കറിയത്തില്ല, ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ആൾക്കാർ കയറി വരുന്നത് കൊണ്ടേ. ഓക്കെ, ഞാൻ ഇതിന്റെ അത് പറഞ്ഞു തന്നെ അറിയാമോ, ഈ പിന്നെ 96, 97 എന്റെ കഷ്ടതയുടെ കാലം ആരംഭിച്ചു. അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് കേൾക്കാൻ പറ്റുന്നില്ല. HMD ഗ്ലോബൽ നോക്കിയ അതാരാണോ? HMD ഗ്ലോബൽ നോക്കിയ ആഡ് ചെയ്തേക്കാം. ഇന്ന് ഒരുപാട് പേർക്ക് പോയിട്ടുണ്ട്. ഓ അതാ, സ്തോത്രം. അപ്പൊ എന്നാ അതൊന്ന് പറഞ്ഞേക്കണേ, അവിടം തൊട്ട് പറയണേ. 96, 97 കഷ്ടതയുടെ കാലം അവിടം തൊട്ട് പറയണം. ഓക്കെ, ഇടയ്ക്കൊന്ന് കറന്റ് പോയി അതുകൊണ്ടാ. ഓക്കെ ഓക്കെ. 96, 97 എന്റെ ജീവിതത്തിലെ കഷ്ടതയുടെ കാലഘട്ടമായിരുന്നു. 97 ഫെബ്രുവരി മാസം ഞാൻ രാവിലെ ലേബർ ഓഫീസിലെത്തി. 10:30 ആയപ്പം ഞാൻ മയങ്ങി താഴെ വീണു. എന്നെ നേരെ തിരുവല്ല മെഡിക്കൽ മിഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഷുഗർ ഡൗണാ. അവര് വേഗത്തിൽ എനിക്ക് ഗ്ലൂക്കോസ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം തുടരെ ഞാൻ മയങ്ങി വീഴാൻ തുടങ്ങി. ഉടനെ ഡോക്ടർ സ്കറിയയുടെ കാലഘട്ടമാ. ഡോക്ടർ സ്കറിയ പറഞ്ഞു, നീ ഇവിടെ അഡ്മിറ്റ് ആവണം. കുഞ്ഞുങ്ങൾ LKG UKG പ്രായം. പറയട്ടെ, അങ്ങനെ ഞാനിവിടെ അഡ്മിറ്റ് ആയി. 72 hours ഫാസ്റ്റിംഗിൽ എന്റെ ബ്ലഡ് എടുത്ത് അവർ എറണാകുളം ട്രിവാൻഡ്രം അയച്ചു. അതിന്റെ റിസൾട്ട് വരുമ്പോൾ അവർ ഡയഗ്നൈസ് ചെയ്തു എന്റെ ശരീരത്തിൽ ക്യാൻസർ സിംറ്റം ഉണ്ട്. അന്നത്തെ എന്റെ ശരീരത്തിന്റെ അവസ്ഥ പറഞ്ഞാല് ഇത്രത്തോളം വയറ് വീർത്ത് ഈ കൈയും ഈ കാലും തളർന്നു പോയതാ. കേരളത്തിൽ ഒറ്റ ഹോസ്പിറ്റലുകൾ എന്നെ എടുത്തില്ല. എന്നെ നേരെ വെല്ലൂർ മെഡിക്കൽ കോളേജ് CMC അവിടേക്ക് അയച്ചു. ഞാൻ ചെന്ന ദിവസം തന്നെ അനേക ടെസ്റ്റുകൾക്ക് എന്നെ വിധേയപ്പെടുത്തി. 1.5 മണിക്കൂർ മെഷീനുള്ളിൽ അടച്ചൊതുക്കി വെച്ച് ടെസ്റ്റുകൾക്ക് വിധേയപ്പെടുത്തി. 2 പ്രാവശ്യം ഞാൻ വെല്ലൂര് കടന്നുപോയി. എന്റെ രോഗം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. വൈകിട്ട് ഹോസ്പിറ്റലിൽ ഞാൻ നടക്കുവാനായി വെളിയിലേക്ക് വരുമ്പോ അനേക ഡെഡ് ബോഡികൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ എന്റെ ബൈബിളിനുള്ളിൽ എന്റെ കുടുംബത്തിന്റെ ഫോട്ടോയുണ്ട്. ഞാൻ അത് വെച്ചിട്ട് കർത്താവിനോട് ചോദിക്കും, എന്നെ അവിടെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താ? എന്റെ ദൈവത്തിന് എന്താണ് എന്റെ ജീവിതത്തെ കുറിച്ച് ചെയ്യുവാനുള്ളത്? ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. പറയട്ടെ ദൈവമക്കളെ, ആ ഹോസ്പിറ്റൽ കിടക്കയിലും ഭാഷ അറിയത്തില്ലെങ്കിലും പരിശുദ്ധാത്മാവിൽ ചില ശുശ്രൂഷകൾ ചെയ്യാൻ ദൈവം എന്നെ അവിടെ ബലപ്പെടുത്താനിടയായിട്ട് തീർന്നു. അന്ന് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ അതിൽ മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട്. കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഒരു ദൈവ പൈതല് നിന്റെ അകത്ത് യേശു ജീവിക്കുവോളം എവിടെ നിന്നെ കൊണ്ടിട്ടാലും, ഏത് കഷ്ടതയുടെ അനുഭവത്തിൽ ഇട്ടാലും അവിടെയും നിന്നിൽ കൂടി ജീവിക്കുന്ന ഒരു കർത്താവുണ്ട്. പറയട്ടെ, അവിടെ നിന്ന് ഞാന് മടങ്ങി വന്നു. എന്റെ രോഗം എന്തെന്ന് വെളിപ്പെട്ടില്ല. 98 നവംബർ മാസം മരണത്തിന്റെ തണുപ്പ്. ഈ ശരീരം തണുത്ത് എടുത്തുകൊണ്ട് പുഷ്പഗിരിയിലേക്ക് വന്നു. വെല്ലൂർ റിപ്പോർട്ട് കണ്ടപ്പോൾ അവർ നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എന്നെ വിട്ടു. ആ പോകുന്ന വഴിക്ക് ഞാൻ വേദന കൊണ്ട് നിലവിളിക്കുക. ഡോക്ടർ വിശ്വനാഥിന്റെ ഒരു കൊച്ചു ക്ലിനിക് ഉണ്ട് കോട്ടയത്ത് പോകുന്ന വഴിയില്. അവിടെ എന്നെ കയറ്റി. എന്റെ കൂടെ ഉള്ളവര് പറഞ്ഞു, ആ ഡോക്ടർ രോഗം ഡയഗ്നൈസ് ചെയ്യാൻ എടുക്കനാ. അന്ന് രാത്രി നടന്ന സ്കാനിങ്ങിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചു,
എല്ലാം നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്തടുത്ത് ഇന്ന് രാത്രി ഞാൻ എന്ത് സ്കാനിങ്ങാ ദൈവമേ. ആ സമയം ഞാൻ എൻ്റെ അപ്പന്റെ ഇമ്പ ശബ്ദം കേട്ടു, നിന്റെ രോഗം വെളിപ്പെടാൻ സമയമായി. ഇന്ന് പകൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ജീവിതങ്ങളെ ഒന്ന് ഞാൻ പറയാം. നമ്മൾ എന്തെല്ലാം ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ ചില വിടുതലുകൾ വെളിപ്പെടുത്തുവാൻ ദൈവം നിശ്ചയിക്കുന്ന ചില സമയങ്ങളുണ്ട്. ദൈവം നിശ്ചയിക്കുന്ന തക്കതായ സമയമുണ്ട്. ആ സമയമേ ആ വിടുതൽ വെളിപ്പെടത്തുള്ളൂ. എവിടെ കടന്നു പോയാലും ലക്ഷങ്ങൾ ചിലവഴിച്ചാലും കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ചില വിടുതലിന്റെ സമയമുണ്ട്. പറയട്ടെ, അന്ന് രാത്രി നടന്ന സ്കാനിങ്ങില് യൂട്രസ് മുഴുവൻ ട്യൂമർ നിറഞ്ഞ് 2 ഓവറിയിലും അത് സ്പ്രെഡ് ചെയ്ത് അത് കുടലിലേക്ക് സ്പ്രെഡ് ചെയ്ത് ഒരു 10 കിലോയോളം ട്യൂമർ ഉള്ള ഒരനുഭവം എന്ന് മെഡിക്കൽ സയൻസ് കണ്ടുപിടിച്ചിട്ട് ആ രാത്രി എന്നെ PVS എറണാകുളം ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിന്റെ അടുക്കിലേക്ക് വിട്ടു. അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഒരു സർജറി ആവശ്യമാ, പക്ഷേ എന്നെ സംബന്ധിച്ച് ആ സമയം എനിക്ക് സർജറി പറ്റത്തില്ല. ഞാൻ കഠിന ആസ്മ പേഷ്യന്റാ. വെന്റോളിൻ B40 പഫ് എടുക്കാതെ എനിക്ക് ശ്വാസം കിട്ടത്തില്ല. മടങ്ങി മെഡിക്കൽ കോളേജിൽ വന്നു. മെഡിക്കൽ സയൻസ് എനിക്ക് കിട്ടിയ ആയുസ് 15 ദിവസമാ. 15 ദിവസത്തിനപ്പുറം ഞാൻ ജീവിക്കയില്ലെന്ന് അവര് വിധി എഴുതി. ആ ഹോസ്പിറ്റൽ കിടക്കയിൽ കിടന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു. അനേകർ എന്നോട് ദൂത് പറഞ്ഞു, ഞാൻ കർത്താവിന്റെ വേല ചെയ്യണം, ഞാൻ കർത്താവിന്റെ വേലക്കാരിയാ. ഇപ്പൊ എന്റെ മുന്നിൽ മരണം വന്ന് നിൽക്കുക. 2 പൊടിക്കുഞ്ഞുങ്ങള്, കുടുംബം, വിശ്വാസം എന്തെന്ന് ഞാൻ രുചിച്ചറിഞ്ഞില്ല. അതിനു മുമ്പേ ഞാൻ ഇവിടുന്ന് പോവുകയാ. മരണത്തെ ഭയമൊന്നുമില്ല കേട്ടോ, പക്ഷേ ഈ വിശ്വാസ ജീവിതം ഞാൻ രുചിച്ചറിഞ്ഞില്ല. ആ കിടക്കയിൽ കിടന്ന് ഞാനൊരു തീരുമാനമെടുത്തു. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ആ ഹോസ്പിറ്റൽ മുറിയിൽ കിടന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, 15 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം കൂടി എനിക്ക് തരുമെങ്കിൽ ശുശ്രൂഷ എന്ന് പറയാൻ അറിയത്തില്ലപ്പാ, ഞാൻ അങ്ങയുടെ വേല ചെയ്തോളാം. തീരുമാനമെടുത്തത് എന്റെ പ്രിയപ്പെട്ടവരറിഞ്ഞില്ല, എന്റെ സഭ അറിഞ്ഞില്ല. മടങ്ങി ഞാൻ ഭവനത്ത് വന്ന് 2ാമത്തെ ആഴ്ച എന്റെ മുറിക്കുള്ളിൽ 10-15 ട്യൂബ് കത്തുന്ന വലിയൊരു പ്രകാശം രാത്രി കടന്നു വന്നു. എന്റെ കൈകളിൽ കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാ. ഒരു കാര്യം കൂടി പറഞ്ഞു, നിന്റെ ഉദരത്തിൽ കത്തിവെപ്പാൻ ഞാൻ അനുവദിക്കുന്ന ദൈവമല്ല. പറയട്ടെ, വർഷം 26 കഴിഞ്ഞു. ഇന്നുവരെ ഈ ഉദരത്തിൽ കത്തിവെക്കാൻ എന്റെ ദൈവം അനുവദിച്ചിട്ടില്ല. പരിപൂർണ സൗഖ്യത്തോടെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവന്നു. 98 അപ്പന്റെ വേലയ്ക്കായി ഞാൻ സമർപ്പിക്കപ്പെട്ടു. 2000 ലോകപ്രകാരമുള്ള ജോലി ഞാൻ റിസൈൻ ചെയ്തു. അന്ന് തിരുവല്ല സ്റ്റേഡിയം ചച്ചകോടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ നിൽക്കുന്നത്. ആ സഭയുടെ ലോക്കൽ തൊട്ട് ഡിസ്ട്രിക്ട് തൊട്ട് സോണൽ തൊട്ട് സ്റ്റേറ്റ് ലെവലിൽ എല്ലാ തലങ്ങളിലും ദൈവം തന്ന പൊസിഷനുകളിൽ ദൈവം ഏൽപ്പിച്ച അനുഭവങ്ങളിൽ ശക്തമായി നിന്നു. നന്മകൾ മാത്രം തരുമ്പോൾ ദൈവം ഒത്തിരി വലിയവനായല്ലേ. നമുക്ക് ദൈവത്തോട് ഒത്തിരി സ്നേഹമാ. നന്മ മാത്രമല്ല, ചില തിന്മകൾ കൂടി ദൈവം നമുക്ക് തരാനിടയാകും. 2015 ഏപ്രിൽ മാസം ഞാനും എൻ്റെ ഹസ്ബൻഡും ഇസ്രായേലിലേക്ക് കടന്നുപോയി. അമേരിക്കയിൽ പോകുന്നതിൽ സന്തോഷമായിരുന്നു എനിക്ക് ഇസ്രായേലിൽ പോകുന്നത്. കാരണം എൻ്റെ കർത്താവിന്റെ വചനത്തിൽ പറയുന്നതെല്ലാം ഒന്ന് കാണുവാനിടയാകാൻ. അങ്ങനെ ഞങ്ങൾ കടന്നുപോയി. അവിടെയും കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്ത് ഞങ്ങൾ മടങ്ങി വന്നു. എൻ്റെ ഹസ്ബൻഡ് ഒരു ബിസിനസ്സുകാരനാകട്ടോ. എന്നാൽ 7ൽ പരം പൊസിഷനുകളില് ആത്മീയ ലോകത്തിൽ ദൈവമാക്കിയ ഒരു വ്യക്തിത്വമായിരുന്നു ബ്രദർ മോൻസി മാങ്കുളങ്ങര. PCയുടെ ജനറൽ ട്രഷററായിട്ടിരിക്കുന്ന സമയം പെന്തക്കോസ്റ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പറയട്ടെ, ആ ജൂലൈ 12 2015 ജൂലൈ 12 തിരുവല്ലയിൽ വെച്ച് നടന്ന ആക്സിഡന്റില് തുടർന്നുള്ള 5 ദിവസങ്ങള് അമൃത ഹോസ്പിറ്റലിൽ ആകുവാനിടയായി. ആ ആക്സിഡന്റ് വരുന്നതിന് രാവിലെ ദൈവം എനിക്കൊരു ദർശനം തന്നു. ഇടിച്ചു വീഴ്ത്തപ്പെടുന്ന അനുഭവം. ഞാൻ വണ്ടിയുടെ അടിയിലേക്ക് പോന്നു. എന്റെ കൈകാലുകൾ ഒടിയുന്നു. എന്ത് രാവിലെ കണ്ടോ അത് വൈകിട്ട് സംഭവിപ്പാനിടയായി. എന്നാല് പ്രാർത്ഥനാ മുറിയിലേക്ക് എന്നെ അന്ന് ദർശനം തന്ന സമയം കടത്തിവിട്ട് എന്നെ എന്റെ കർത്താവിന്റെ രക്തത്തിൽ ഞാൻ മുദ്ര ചെയ്തു. യേശുവിന്റെ രക്തത്തിന് വലിയ വിലയുണ്ട് കേട്ടോ. പ്രിയപ്പെട്ടവനെ കുറിച്ച് ഒരു ദൈവശബ്ദവും ദൈവം എനിക്ക് തന്നില്ല.
ദൈവശബ്ദത്തെയും ഇന്ന് പകൽ ഞാൻ അധികം ഭയപ്പെടുന്ന വ്യക്തിയാ. ദൈവം ഒരാലോചന പറയുമ്പം അത് ഭയത്തോടെ ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം. പറയട്ടെ, 2015 ജൂലൈ 12 ആക്സിഡന്റ് ആയി. 17 വരെയും ഒരു ദൈവശബ്ദം എനിക്ക് കിട്ടിയില്ല. 16 വരെയും 17 രാവിലെ ദൈവം എനിക്കൊരു പാട്ട് തന്നു. വേഗം ഞാൻ ചേർന്നിടും വീടതിൽ കാണും ഞാൻ അന്നാളിൽ പ്രിയന്റെ പൊന്മുഖം. പറയട്ടെ, അല്പം കഴിഞ്ഞപ്പോൾ 21-22 വയസ്സുള്ള കുഞ്ഞുങ്ങളെ എന്റെ കയ്യിൽ തന്നിട്ട് പ്രിയപ്പെട്ടവൻ ഞങ്ങളെ വിട്ട് നിത്യതയിലേക്ക് പോയി. അനേകൻ എന്നെ നോക്കി പറഞ്ഞു, ഷോളി ആന്റി ഇനിയും ശുശ്രൂഷയിലില്ല, ഷോളി ആന്റിക്ക് ഇനി ശുശ്രൂഷ ചെയ്യാൻ കഴിയത്തില്ല. അത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, വെല്ലൂരി പോകുന്ന സമയം എന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ പ്രോഗ്രാം ഷീറ്റ് ഞാൻ തയ്യാറാക്കിയവളാ. ചെങ്ങന്നൂർ ക്രൈസ്റ്റ് സിംഗേഴ്സ് രാജൻ പാസ്റ്ററുടെ ആ ഫാമിലിയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പാട്ട് പാടണം, വിളിക്കും നേരം കാണും എൻ പേരും. ആ പാട്ട് എനിക്ക് ഇഷ്ടമാ, കാരണം ആ പേരൊന്ന് മാറ്റി എഴുതിയതാ. ലോകത്തിന്റെ ഇമ്പങ്ങളിൽ കിടന്ന് എന്റെ പേരൊന്ന് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയതാ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ആ പാട്ട് നിങ്ങൾ പാടണം. അവർ സങ്കടത്തോടെ അത് കേൾപ്പാനിടയായി തീർന്നു. എന്റെ സഭ, എന്റെ സമൂഹം എന്റെ മരണം കാണാൻ ആഗ്രഹിച്ചവരാ. 5 പ്രാവശ്യം ഈ ശരീരം തളർന്നെന്ന് മെഡിക്കൽ സയൻസ് വിധി എഴുതിയതാ. ഒരു പ്രാവശ്യം ലെഫ്റ്റ് സൈഡ് തളർന്ന് പുഷ്പകരി മെഡിക്കൽ ICU കിടക്കുമ്പോ ഡോക്ടേഴ്സ് വന്നിട്ട് പറഞ്ഞു, ലെഫ്റ്റ് സൈഡ് തളർന്നു പോയി. ആ കിടക്കയിൽ കിടന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ നിന്റെ നാമത്തിനായി ഓടിയിട്ട് തളർന്നു കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ നീ എന്നെ മാറ്റിയേരെ, അല്ലെങ്കിൽ നീ എന്നെ എഴുന്നേൽപ്പിക്കണം. നമ്മിൽ പകരപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നി, നമ്മിൽ പകരപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി ആ കിടക്കയിൽ ഞാൻ അനുഭവിപ്പാൻ ഇടയായി തീർന്നു. അരമണിക്കൂറിനുള്ളിൽ തളർന്നെന്ന് പറഞ്ഞ കാലുകളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചപ്പോ ഞാൻ ആ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുവാനിടയായി തീർന്നു. കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയപ്പം ഒത്തിരി അനുഭവങ്ങൾ. വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ ഒരു തീരുമാനമെടുത്തു. ആദ്യം ഒരു മീറ്റിംഗ് ഡേറ്റ് കൊടുത്താൽ ഞാനായിട്ട് അത് മാറ്റത്തില്ല കേട്ടോ. സംഘാടകർക്ക് എന്തെങ്കിലും തടസ്സം വന്ന് മാറ്റിയെങ്കിലേ ഉള്ളൂ. അതിന്റെ ഒരു അനുഭവം പറയാം. 2004 ഫെബ്രുവരി മാസം മലബാർ ഇടക്കര ഡിസ്ട്രിക്ട് കൺവെൻഷന് മെസ്സേജ് കൊടുക്കണം. തലേദിവസം എന്നെ പാമ്പ് കടിച്ചു. നേരെ എന്നെ മെഡിക്കൽ മിഷനിൽ കൊണ്ടുവന്നു. അവർ അഡ്മിറ്റ് ആക്കാൻ ശ്രമിച്ചു. കാരണം എന്ത് സംഭവിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ അഡ്മിറ്റ് ആവത്തില്ല. എന്താ കാരണം? നാളെ രാവിലെ എനിക്ക് എന്റെ അപ്പനെ പ്രസംഗിക്കാൻ മലബാറിന് പോകണം. ഡോക്ടർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് എന്നെ ഒത്തിരി പറഞ്ഞു, സ്വന്തം റിസ്കിൽ പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന്, അവിടെ അടുത്തൊരു കാമ്പാത്തൊരു വിഷകാരിയുണ്ട്, അവിടെ വന്ന് മരുന്നൊക്കെ മേടിച്ച് ഞാൻ വീട്ടിൽ വന്ന് പിറ്റേ ദിവസം രാവിലെ ഞാൻ മലബാറിന് പോയി. ആ നടന്ന മീറ്റിംഗില് 25 ദിവസം ബ്ലീഡിംഗ് ആയ ഒരു ദൈവദാസി സ്പോട്ടിൽ സൗഖ്യം പ്രാപിച്ചു. വൈകിട്ട് തിരിച്ച് ഞാൻ വീട്ടിൽ വന്നു. കാലുകൾക്ക് നീരുണ്ട്, ശ്വാസം മുട്ടുന്നുണ്ട്, ശരീരം തളരുന്നുണ്ട്. ഒരു വല്ലാത്ത സ്റ്റേജിലേക്ക് ഞാൻ പോവുകയാ. എന്നോട് പലരും ചോദിച്ചു, ഈ ഒരു പ്രതികൂലത്തിൽ ആന്റി അങ്ങനെ കടന്നുപോയി. ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കുന്നത് എന്റെ ദൈവമാ. എന്റെ ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് ഈ പെന്തക്കോസ്തുകാരനെ അവരുടെ തീവ്രവാദി എന്ന് വിളിക്കാറുണ്ട്. സഹോദരിമാര്, ഒന്നുണ്ട്, എന്തിനാ എല്ലാം വിട്ടിറങ്ങിയത്? ഈ വചനം നമുക്ക് തന്നില്ലേ? പരിശുദ്ധാത്മാവിന്റെ ശക്തി തന്നില്ലേ? അവനോട് ചേർത്ത് പണിതില്ലേ? ഇന്നും ജയത്തോടെ നിർത്തിയില്ലേ? ഈ കർത്താവിന് വേണ്ടി മരിക്കേണ്ടി വന്നാലും ഏൽപ്പിച്ചു കൊടുക്കാൻ എന്തിനാ മടിക്കുന്നേ? പറയട്ടെ ദൈവമക്കളെ, ആമേൻ. അങ്ങനെ അന്ന് എന്റെ വീടിന്റെ മുൻപിൽ കൂടി കടന്നു പോയൊരു ദൈവദാസന് വണ്ടി മുന്നോട്ടെടുക്കാൻ പറ്റുന്നില്ല, ബൈക്ക്. ഞാൻ ചച്ചങ്കോടുകാരിയാന്ന്. ആ ദൈവദാസൻ IPC-കാരനാ. പക്ഷേ പരിശുദ്ധാത്മാവോടെ ചലിപ്പാനിടയായി. ആ അഭിഷിക്തൻ വീടിനുള്ളിൽ വന്ന് കരം വെച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ നിമിഷം എന്നിൽ ഒരു അഗ്നി ഇറങ്ങാനിടയായി. ആ സ്പോട്ടിൽ ദൈവം എന്നെ സൗഖ്യമാക്കി. ഇന്ന് പകൽ ഞാൻ ഇതെല്ലാം പറയുന്നത്, ഇന്നത്തെ പെന്തക്കോസ്തുകാർക്ക് എത്രത്തോളം വചനത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും ശക്തിയും അതിന്റെ ആഴങ്ങളും വിടുതലുകളും തിരിച്ചറിയാൻ കഴിയുന്നു. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ എത്രത്തോളം ദൈവമാകുന്ന, സാക്ഷാൽ ദൈവമാകുന്ന ദൈവവചനവും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ക്രിയ ചെയ്യുന്നു. വീണ്ടും ഞാൻ മടങ്ങി വരട്ടെ. എന്റെ പ്രിയപ്പെട്ടവന്റെ ബോഡിയുമായിട്ട് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലേക്ക് വരുമ്പം
എന്റെ ഉള്ളിൽ ഒരു വചനം ക്രിയ ചെയ്തു. ബലഹീനതയ്ക്ക് ഞാൻ തുണ നിൽക്കുന്ന ദൈവമാ. ഞാൻ ചോദിച്ചതിന്റെ പൊരുളെന്താ? പ്രിയപ്പെട്ടവൻ മരിച്ചു മുൻപിൽ കിടക്കുകയാ. ഞാൻ ചോദിക്കുക, അതിന്റെ പൊരുളെന്താ? എന്റെ മേലൊരു വലിയ ദൈവിക ശക്തി വ്യാപരിപ്പാനിടയായി. ഞാൻ നാവ് തുറന്ന് ആത്മാവിൽ ആരാധിപ്പാൻ തുടങ്ങി. കണ്ടു നിന്ന ജനം പറഞ്ഞു, ഷോളി സിസ്റ്റർ ഒരിക്കലും തളർന്നു പോകത്തില്ല, തകരത്തില്ല. ദൈവം അവരെ ഒത്തിരി സ്നേഹിക്കുന്നു. പുതിയ കൃപകൾ ദൈവം അവരെ ഏൽപ്പിക്കുക. എന്റെ ദൈവം എന്നിന്മേൽ പകരപ്പെട്ടതായ ദൈവാത്മാവിന്റെ ശക്തി. ആരാധനയോടെ ആ ശരീരം മോർച്ചറിയിലേക്ക് വെച്ചു. പറയട്ടെ ദൈവമക്കളെ, തുടർന്നുള്ള 7 വർഷക്കാലം ദൈവം ആ പകർന്ന അഗ്നിയില ഈ മണ്ണിൽ ഞാൻ ജീവിച്ചത്. ദൈവം ഒരുപാട് പൊസിഷനുകൾ എന്നെ ഏൽപ്പിപ്പാനിടയായി. 7 പരം പൊസിഷനുകൾ ദൈവം ചർച്ചഗോഡിനകത്ത്, കുടുംബയോഗത്തിനകത്ത്, ക്രൈസ്തവ എഴുത്തുപുര എന്ന മീഡിയയ്ക്കകത്ത്, അതിന്റെ അപ്പുറവും പ്രോജക്ടിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ദൈവം തെരഞ്ഞെടുത്തു. പെന്തക്കോസ്റ്റ് വിമൻസ് കൗൺസിലിന്റെ നാഷണൽ സെക്രട്ടറി മുതല് ലാസ്റ്റ് ആ പൊസിഷൻ വിടുമ്പോൾ കേരളത്തിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ട് വരെ സ്വർഗം എന്നെ തെരഞ്ഞെടുത്തു. ഒരു യോഗ്യതയുമില്ലാത്ത എന്നെ എന്റെ ദൈവം കഷ്ടതകളിലൊന്നും തകർത്ത് കളഞ്ഞില്ല. പറയട്ടെ ആമേൻ. തുടർന്ന് 2022-22 എന്റെ മകന്റെയും മകളുടെയും വിവാഹം കഴിഞ്ഞു. മരുമക്കളെ തന്നെന്ന് ഞാൻ പറയത്തില്ല. എനിക്ക് എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന ആമേൻ മക്കളെ തന്നെ ദൈവം തന്നു. ഇന്നവര് സന്തോഷമായിട്ട് മോനും കുടുംബവും കാനഡയുടെ പ്രദേശത്ത്, മോളും കുടുംബവും ഖത്തറിന്റെ പ്രദേശത്തായിരിക്കുന്നു. കുഞ്ഞുങ്ങള് അവരുടെ വിവാഹം കഴിഞ്ഞപ്പോഴ് എന്നോട് ഇതിനിടയിൽ അവർ പറഞ്ഞു, മമ്മി ഒരു വിവാഹം കഴിക്കണം. 1-2 ആഴ്ച ഞാൻ അവരോട് മിണ്ടിയില്ല, എന്റെ ഹൃദയത്തിന്റെ വേദന കൊണ്ട്. എന്നാൽ പറയട്ടെ, മഹാരാഷ്ട്ര AGയുടെ സൂപ്രണ്ടായിരുന്ന റവറൻ VI യോഹന്നാൻ പാസ്റ്ററുടെ സഹധർമ്മിണി സിസ്റ്റർ സൂസമ്മ, ഇന്ന് 3 വർഷമാകുന്നു അമ്മമ്മ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിട്ട്. സൂസമ്മയുടെ അനിയത്തി തിരുവല്ലയിലുള്ള സിസ്റ്റർ ലിസിയാണ് ഈ പ്രപ്പോസലുമായിട്ട് കടന്നു വന്നത്. ഞാനിത് കേട്ടപ്പം ദൈവസന്നിധി വീണ് കിടന്ന് കരഞ്ഞു. ഇന്നെന്റെ ടെസ്റ്റിമണി കേൾക്കുന്നവർക്കറിയാം എന്ത് ആരോഗ്യം എനിക്കുണ്ട്. തന്ന രോഗങ്ങളിലെല്ലാം സൗഖ്യമാക്കി. ഇന്നും പകരപ്പെട്ട ദൈവകൃപയല്ലാതെ എനിക്ക് എന്നെ കുറിച്ച് ഒന്നും പറയാനില്ല ദൈവമക്കളെ. എന്നാൽ ഇപ്പൊ പോസ്റ്റിൽ വന്ന് ദേവദാസൻ എന്നെ വന്ന് കാണുവാനിടയായി. തുടർന്ന് മൂത്ത മകള് ലിനോ എന്നെ വന്ന് കാണുവാനിടയായി. അതിലുപരിയായിട്ട് ഈ പ്രപ്പോസലിൽ ദൈവത്തിന്റെ ശബ്ദം എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു. അങ്ങനെ ദൈവത്തിന്റെ ഹിതപ്രകാരം 2022 ജൂൺ 8 ബോംബെയിൽ വെച്ച് PT എബ്രഹാം പാസ്റ്ററുടെ കയ്യാല് ഞങ്ങളുടെ വിവാഹം ആശീർവദിക്കപ്പെട്ടു. കർത്താവിന്റെ ദാസനെ കുറിച്ച് പറഞ്ഞാല് 17-ാം വയസ്സിൽ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി. അനവധി കഷ്ടങ്ങൾ സഹിച്ച അഭിഷിക്തൻ, ഒറ്റയ്ക്ക് കർത്താവിന് വേണ്ടി നിന്നേ അഭിഷിക്തൻ. 40 വർഷം ബോംബെയുടെ പട്ടണത്തില് ഡോർ ടു ഡോർ കർത്താവിനെ അറിയിച്ച അഭിഷിക്തൻ. 30-35 വർഷത്തോളം രോഗിയായി കിടന്ന പ്രിയപ്പെട്ടവളെ ശുശ്രൂഷിച്ച അഭിഷിക്തൻ. പ്രസ്ബിറ്ററായി, അസിസ്റ്റന്റ് സൂപ്രണ്ടായി 12-ൽ പരം വർഷം AGയുടെ മഹാരാഷ്ട്രയുടെ സൂപ്രണ്ടായിട്ട് കർത്താവിന്റെ ദാസനെ ദൈവം നിർത്തി. വലിയ സാക്ഷ്യത്തോടെ നിഷ്കളങ്കമായ ഒരു മനസ്സുള്ള ശ്രേഷ്ഠനായ ഒരു അഭിഷിക്തൻ. ഞാൻ ചിന്തിച്ചു, കർത്താവേ, എനിക്ക് വേണ്ടി ഒരുക്കിയെടുക്കാൻ എനിക്കൊരു യോഗ്യതയുമില്ല. എന്നാൽ ഇന്ന് പകലൊന്ന് ഞാൻ പറയാം, ആ പെരിങ്ങര ചാത്തങ്കേരിയുടെ ആ മുറിയിൽ നിഷ്കളങ്കതയോടെ, കണ്ണുനീരോടെ, വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ നിലവിളിച്ചത് കൊണ്ടാ ഒരു ദൈവദാസന്റെ ഭാര്യ പോലും ആകാൻ യോഗ്യതയില്ലാത്ത എന്നെ എനിക്ക് വേണ്ടി ഈ അഭിഷിക്തനെ ദൈവം ഒരുക്കിയത്. ഇന്ന് ഞങ്ങൾക്ക് 4 മക്കളുണ്ട്. 3 പെൺകുഞ്ഞും 1 മകനും. 5 കൊച്ചുമക്കളുണ്ട്. അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് അമ്മയായി, പിതാവില്ലാത്തവർക്ക് പിതാവായി, അപ്പച്ചനും അമ്മച്ചിയുമായി
ദൈവത്തിന്റെ കൃപയാല്, ദൈവം പകർന്ന ആ ദൈവ സ്നേഹത്തില് ഞങ്ങൾ ഇന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്നു. 2023 ജൂണിൽ ദൈവശബ്ദമുണ്ടായി മഹാരാഷ്ട്ര വിടാൻ. 12 വർഷം ദൈവസഭയെ ഭരിച്ച അഭിഷിക്തൻ ദൈവത്തിന്റെ ആലോചനയെ അനുസരിച്ച് ആ സ്ഥാനം വിട്ട് പുതിയ കമ്മിറ്റിയെ അത് ഏൽപ്പിച്ച് ജയത്തോടെ കേരളത്തിലേക്ക് മടങ്ങി വന്നു. ഇവിടെ വന്ന് ഇന്ന് തിരുവല്ല പുളിക്കീട് എന്ന് പറയുന്ന ഒരു കൊച്ചു സഭയുടെ പലരും ഞങ്ങളോട് ചോദിച്ചു, നിങ്ങള് ഇവിടോട്ട് വന്നതിന് ഞങ്ങൾക്കൊക്കെ ഭീഷണിയാ, ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ വന്നതാണോ? ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ ഇവിടെ എല്ലാവരും ഞങ്ങളെ നോക്കി പറഞ്ഞു, നിങ്ങള് ഞങ്ങൾക്കൊരു ഭീഷണിയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥാനത്തിന് വേണ്ടി നിൽക്കണമെങ്കിൽ ഇന്നും ബോംബെയിൽ നിന്നാ മതി. ഞങ്ങളെ ശുശ്രൂഷയ്ക്ക് വിളിച്ചിറക്കിയ ദൈവത്തെ ഭയപ്പെട്ട് ആ ദൈവശബ്ദത്തിന്റെ മുൻപിലാണ് ഞങ്ങൾ ഈ കേരളത്തിലെ പുള്ളിക്കീട് ദൈവസഭയുടെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ശുശ്രൂഷ ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് ചെയ്യുന്നു. വളരെ ദൈവകൃപയെ അനുഭവിക്കുന്നു. അനേക ആത്മാക്കളെ കർത്താവ് ഇന്നും തന്നുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷമായി മുന്നേറാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കട്ടെ. ഒരു കാത്തലിക് പാരമ്പര്യത്തിൽ കിടന്ന അനാഥയായ എന്റെ ജീവിതത്തില് എന്റെ കർത്താവ് കടന്നു വന്നപ്പോ ദൈവത്തിന്റെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും ദൈവം ഞങ്ങളെ പണിതെടുത്തു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതം തന്നു, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ തന്നു. ഞങ്ങൾ രണ്ടുപേരും ജീവിതത്തിൽ തകർന്നപ്പം നമ്മൾ സാധാരണ പറയും നമ്മൾ തകർന്നു പോയെന്ന്. എന്നാൽ ഇന്ന് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദൈവത്തിന്റെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും ഞങ്ങൾ തകർന്നു പോയില്ല. തകർന്നതിനെ ചേർത്ത് പണിത ദൈവം, തകർന്നതിനെ ചേർത്ത് ഇന്ന് ദൈവനാമ മഹത്വത്തിനായി നിലനിർത്തുന്ന ദൈവം, ആ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാ. എന്റെ ഈ ശബ്ദത്തെ ശ്രവിച്ച ദൈവമക്കളോട്, പ്രത്യേകാൽ എന്നെ ക്ഷണിച്ച സസബീന തോമസിനോട്, ടീമിനോട് ഒരു വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തിട്ട് ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോളി സിസ്റ്ററെ. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംഭവബഹുലമായൊരു സാക്ഷ്യം പറഞ്ഞു തീർക്കുവാൻ ഇടയാക്കിയല്ലോ. കർത്താവിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. വലിയൊരു സാക്ഷ്യത്തെ ഇത്ര ചുരുങ്ങിയ വാചകത്തിൽ കർത്താവിന്റെ ദാസി സാക്ഷിച്ചല്ലോ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, സത്യത്തിങ്കിൽ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞൊഴുകിയായിരുന്നു. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ കർത്താവ് നടത്തുന്ന വിധങ്ങൾ, അവന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചു വേർതിരിച്ചിട്ട് ആരെയും കർത്താവ് നിരാശരാക്കിയിട്ടില്ല. വിളിച്ചവന്റെ വിളിക്കൊത്തവണ്ണം വിശ്വസ്തയോടെ ആര് നിന്നിട്ടുണ്ടോ അവരെയൊക്കെയും സ്വർഗം മാനിച്ചിട്ടുള്ള ആമേൻ അതേ സംഭവങ്ങളെ നാം കേട്ടിട്ടുള്ളൂ. അങ്ങനെയുള്ള ചരിത്രങ്ങളെ ഉള്ളൂ. അങ്ങനെയെങ്കിൽ വിളിച്ച ദൈവം വിശ്വസ്തൻ, വഴിയിൽ വിട്ടിട്ട് അവൻ പോകുന്ന ദൈവമല്ല. ലാസ്റ്റ് അനാഥയായിരുന്ന എന്നെ എന്ന് ആ വാക്ക് ഉപയോഗിച്ചപ്പോൾ എന്റെ ചങ്ക് പൊട്ടിപ്പോയി. നമ്മൾ അനാഥരല്ല. നമുക്ക് സ്വർഗത്തിലെ പിതാവുണ്ട്. അവൻ നമ്മെ അനാഥരായി വിടുന്ന ദൈവമല്ല. അതിന്റെ തെളിവാണ് സിസ്റ്റർ ഷോളി യോഹന്നാൻ ജീവിതത്തിൽ ദൈവം നടത്തിയ വിധങ്ങൾ. എന്റെ പ്രിയ പ്രേക്ഷകരെ, ഇന്ന് പകൽക്കാലത്തിങ്കിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അനുഗ്രഹീതയായ കർത്തദാസി നമ്മുടെ നടുവിൽ കടന്നു വന്ന് ഇന്ന് പകൽക്കാലത്തിങ്കിൽ ഇത്രത്തോളം തന്റെ ജീവിത അനുഭവങ്ങൾ, വലിയ അനുഭവങ്ങൾ ചെറിയ വാചകങ്ങളോടി പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഇടയായി. തന്റെ ദാസിക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് തന്റെ ജീവിതത്തിൽ നടത്തിയ വിധങ്ങൾ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയെന്ന് തന്റെ ശബ്ദം കർത്താവ് കേൾപ്പിച്ചു. മാത്രമല്ല ഹല്ലേലൂയ, മേശയുടെയും കസേരയുടെയും ഒക്കെ ഇടയിലേക്ക് ഒളിച്ചിരിക്കുന്ന സമയത്ത് ദൈവ ദാസന്മാർ ചെന്ന് ദൂത് പറയുമ്പോൾ, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് മാറിയിരുന്ന സ്ഥാനത്ത് കർത്താവ് ഇന്ന് പകൽക്കാലം ആമേൻ നല്ല ഒരു വലിയ നിലയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ഇടയാക്കിയല്ലോ. ഞാൻ ചിന്തിക്കുകയാണ്, ആമേൻ പലപ്പോഴും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, അവൻ മാക്കുമാറാത്ത ദൈവമാണ്. ഹല്ലേലൂയ. നാം എവിടൊക്കെ മറഞ്ഞിരുന്നാലും, നാം എവിടൊക്കെ ആയിരുന്നാലും നമ്മെ തേടി വരുന്ന ഒരു കർത്താവുണ്ട്. കർത്താവിന്റെ ദാസി തുടക്കത്തിൽ ഇങ്ങനെ പറയുവാൻ തക്കവണ്ണം ഇടയായി, എന്റെ ഉള്ളിൽ ഇരിക്കുന്ന യേശു ആരാണെന്ന് ഹല്ലേലൂയ എന്റെ ജീവിതം കൊണ്ട് ഞാൻ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന
കർത്താവ് ആരാണെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നാം വെളിപ്പെടുത്തണം. ആഗ്രഹമുണ്ടോ? കർത്താവ് തൃപ്തിപ്പെടുത്തും. കർത്താവിന്റെ ദാസിയുടെ സാക്ഷ്യം ഹല്ലേലൂയ ഇന്ന് അനുഗ്രഹമായി മാറട്ടെ. തകർന്നിരുന്നവരെ ചേർത്തെടുത്തുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് കർത്തൃവേലയിലായിരിക്കാൻ കർത്താവ് ദിവസങ്ങളിൽ സഹായിക്കുന്നതിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. മാത്രമല്ല എന്നെ സന്തോഷിപ്പിച്ചത് ആമേൻ, അപ്പനില്ലാത്തവർക്ക് അപ്പനും അമ്മയില്ലാത്തവർക്ക് അമ്മയും, ആമേൻ, വലിയമ്മച്ചിയും വലിയപ്പച്ചനുമായിട്ട്. എത്ര ഭാഗ്യകരമായ അവസ്ഥ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ കുടുംബത്തെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനയില് കർത്താവിന്റെ ദാസിയെയും കുടുംബത്തെയും ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒരു നിമിഷം കർത്താവിന്റെ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, കുടുംബത്തെ, കർത്താവിന്റെ ദാസിയെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. വിവിധ കഷ്ടങ്ങളിലൂടെ കടന്നു പോയെങ്കിലും ഞാൻ കഷ്ടതയിലായതേറെ ഗുണമായി എന്ന് ഇന്ന് പകൽക്കാലം പറയേണ്ടതിന് കർത്താവ് ഇടയാക്കിയതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ കടന്നു പോകുന്ന ഓരോ പാതകളും അങ്ങ് അറിയാതെയല്ല. ഞങ്ങളെ കർത്താവ് ഓരോ നിമിഷവും ആമേൻ കർത്താവെ മിനുക്കി തികഞ്ഞവരാക്കി ഞങ്ങളുടെ കീടങ്ങൾ കളഞ്ഞ് അങ്ങേക്ക് ഇഷ്ടമുള്ള മാനപാത്രമായി പണിതെടുക്കേണ്ടതിനാകിയാൽ ആ പാദപീഠത്തിങ്കൽ ഞങ്ങൾ ഇരിക്കുന്ന സമയമൊക്കെയും കർത്താവേ, വേദനിച്ചെങ്കിലും സന്തോഷിപ്പാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ അഭിഷിക്തയെ ഇത്രത്തോളം ബലപ്പെടുത്തിയല്ലോ. കൊടുത്തിരിക്കുന്ന എല്ലാ താലന്തുകൾക്കായിട്ടും സ്തോത്രം. ശാരീരിക, മാനസിക, ആത്മീയ മേഖലകളെ കർത്താവ് ഈ ദിവസങ്ങളിൽ പിന്നെയും ആമേൻ ബലപ്പെടുത്തിക്കൊള്ളണമേ. ആ കർത്താവെ, ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്ന വേലകളിലൊക്കെയും അതിവിശ്വസ്തയോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ കർത്താവാക്കുന്ന സമയം അത്രയും അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിനായി പ്രയോജനപ്പെടുവാൻ ഇടയാക്കിയാട്ടെ. ആമേൻ. രണ്ടുപേരെയും കുടുംബമായി ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ടവളെ കുടുംബമായി ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണം. കലവറ കൂടാതെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദൈവമൂലം കേൾക്കണം. സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. ആമേൻ, 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 ആമേൻ. മാറാനാഥ. ഗോഡ് ബ്ലസ് യു.